കഷ്ടം. ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ. എന്തിനാണ് ഇത്തരം പ്രഹസനങ്ങളൊക്കെ കാണിക്കുന്നത്? ഇതിനെ പ്രഹസനമെന്നല്ല പറയുന്നത്, അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ഉള്ളതിൻ്റെ അഹങ്കാരമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്തരം ഒരു റീൽ ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത്തരം പ്രഹസനങ്ങൾ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അവർ നല്ല രീതിയിൽ അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. അതെല്ലാം സമ്മതിക്കുന്നു. അവരുടെ ലൈഫാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണലി ഈ ട്രാൻസ്ജെൻഡേഴ്സ്, LGBTQ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടുള്ള ആൾക്കാർ, ലെസ്ബിയൻസ്, ഗേയ്, ഇവരോടൊന്നും എനിക്ക് ഒരു എതിർപ്പും തോന്നിയിട്ടില്ല. അവരോട് ഒരു വിരോധവും എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പൊക്കോട്ടെ. അവർക്കൊക്കെ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ടോ അല്ലെങ്കിൽ അവർ അബ്നോർമൽ ആയിട്ടോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സാധാരണ മനുഷ്യന്മാർ എന്നുള്ള രീതിയിലാണ് ഞാൻ അവരെ നോക്കിക്കാണാറുള്ളത്. അവരെ സപ്പോർട്ട് ചെയ്യാറുമുണ്ട്. പലപ്പോഴും അവർക്കെതിരെ എന്തെങ്കിലും അന്യായങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യാറുള്ളത്. ഈവൻ ജാസിയുടെ കേസിലും അതുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തരം പ്രഹസനങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? പറ്റത്തില്ല. ഇതൊക്കെ വൃത്തികേടാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പാട്ടൊക്കെ അങ്ങോട്ട് ഇട്ട് ഈ അങ്ങോട്ട് വീർപ്പിച്ച് വയറയിലോട്ട് പിടിച്ച് നോർമലി ഒരു സ്ത്രീ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിലാണ് ഈ ചെയ്തു കൂട്ടുന്നത്. സാധാരണ ഒരു സ്ത്രീയാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും അക്സെപ്റ്റബിൾ ആണ്. ഇവിടെ ജാസി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടൊരു ട്രാൻസ് വുമൺ ആയിട്ടും ഇല്ല. എന്നിട്ടും ഇത്തരം പ്രഹസനങ്ങൾ കാണിക്കുമ്പോൾ വേറെ ചില നമ്മുടെ ജെൻഡർ മാറി സ്ത്രീയായി മാറിയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ്, ചില ആൾക്കാരൊക്കെ ഇങ്ങനെ അവരുടെ ആഗ്രഹം എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ട്. റീലുകളും ഷോർട്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ നമുക്കൊരു വൾഗാരിറ്റി ഫീൽ ചെയ്തിട്ടില്ല, ഒരു വൃത്തികേട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ നമുക്ക് വൃത്തികേട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇത്തരം പ്രഹസനങ്ങൾ കാണിക്കുന്നത്? ഇതും പോരാഞ്ഞിട്ട് ഒരു വലിയൊരു വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ തംബ്നെയിലിൽ ഞാൻ പ്രസവിച്ചോ, ഞാൻ ഗർഭിണിയാണോ എന്ന രീതിയിലുള്ള തംബ്നെയിലും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഇൻട്രൊഡക്ഷനും കൂടി ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് ഒരു സംശയം, ജാസി ഗർഭിണിയാണോ, ജാസി പ്രസവിച്ചോ, അതൊക്കെ ഞാൻ പറയാട്ടോ എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഡിഷ് എന്ന് പറയുന്നത് എന്തായാലും നമുക്കത് കഴിക്കാം. അപ്പോൾ ജാസിയുടെ ഡെലിവറി കഴിഞ്ഞു. ഇനി എന്നാലുവേ ഏത് ബോധമില്ലാത്തവനായിരിക്കും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? ഏത് ബോധമില്ലാത്തവനായിരിക്കും അത്തരം ഒരു സംശയം ഉണ്ടാകുന്നത്? ഈ ലോകത്ത് ഇച്ചിരിയെങ്കിലും വിവരമുള്ളേ, ഒരു പഠിപ്പും വിവരവും ഒന്നുമില്ലാത്ത, ഒരു രീതിയിലും സ്കൂളിലും ഒന്നും പോയിട്ടില്ലാത്ത, വിവരമില്ലാത്ത ആൾക്കാർ പോലും അത്തരം ചോദ്യം ചോദിക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ബോധമില്ലാത്തവനായിരിക്കുമല്ലോ. മാത്രമല്ല, ഈ ഒരു റീലിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റ്സ് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. എല്ലാം വൃത്തികേടാണ്. വൃത്തികേടെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 3 സോഷ്യൽ മീഡിയയിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈ വീഡിയോയുടെ കമന്റ് സെക്ഷൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. മുഴുവൻ വൃത്തികേടാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, മുതിർന്ന ആൾക്കാർ മാത്രമല്ല കാണുന്നത്, കുട്ടികളും ഇത്തരം വീഡിയോസ് കാണും. അപ്പൊ കുട്ടികളുടെ ഉള്ളിൽ അറിയാതെ പോലും ഇതൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതായത് ഇത് വൃത്തികേടാണ് കാണിച്ചത്. ഇവര് ട്രാൻസ്ജെൻഡർ ആയിട്ട് ജീവിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നത് കൊണ്ടോ അങ്ങനെ ഇവരുടെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഇടുന്നത് കൊണ്ടോ ഒന്നും ഒരു പ്രശ്നവും ഇല്ല. അതിൽ പ്രശ്നം കാണുന്ന ആൾക്കാരുണ്ടാകും. എനിക്ക് അതിനകത്തൊന്നും പ്രശ്നം തോന്നിയില്ല. പക്ഷേ ഈ കാണിച്ചത് വൃത്തികേടാണ്. എന്നിട്ട് ലോങ് വീഡിയോയിൽ വന്നിട്ട് ഇത്തരം ഒരു ഇൻട്രൊഡക്ഷനും അങ്ങ് കൊടുക്കുകയാണ്. എന്നാലും അത്തരം സംശയമുള്ളവർ ആരാണെങ്കിലും ഒന്ന് വരുമോ, ഒന്ന് എൻ്റെ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഒന്ന് ആ ഒരു സംശയം ഒന്ന് പ്രകടിപ്പിക്കുമോ? ആരാണെന്നൊന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ്. മാത്രമല്ല, ഈ റീലുകളുടെ ഒക്കെ കമന്റ് സെക്ഷനിൽ ഞാൻ നോക്കി ആരെങ്കിലും ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന്. ആരുമില്ല. പിന്നെ സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളത് ഈ ചില ഓൺലൈൻ മീഡിയാസ് ഉണ്ടല്ലോ, ഈ വീഡിയോസ് എടുത്ത് അതുപോലെ പോയി അപ്ലോഡ് ചെയ്തിട്ട് ജാസി ഗർഭിണിയാണ്, ജാസി പ്രഗ്നന്റ് ആണ്, പ്രസവം കഴിഞ്ഞു, പ്രസവരക്ഷയ്ക്ക് പോയി എന്നുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു. എങ്ങോട്ടാണ് നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് പോക്കെന്ന് മനസ്സിലാവുന്നില്ല. വല്ലാത്തൊരു അധപ്പതനമാണ്. ജാസി മനസ്സിലാക്കേണ്ടത്, ജാസി ഒരു വലിയ കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിക്ക് മാനഹാനി ഉണ്ടാകുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാതെ ഇരിക്കുക. ഈ ഒരു സൊസൈറ്റി റെപ്രസെന്റ് ചെയ്യുന്ന വ്യക്തിയാണ്, ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പോൾ മനുഷ്യന്മാർക്ക് നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നിങ്ങൾ
നിങ്ങൾ അടങ്ങുന്ന ആ കമ്മ്യൂണിറ്റിക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, പ്രഹസനങ്ങൾ കാണിക്കാതിരിക്കുക. നിങ്ങളുടെ ഒരു ആഗ്രഹം എന്നുള്ള രീതിയിൽ നോർമലായിട്ടാണ് അങ്ങനെ ഒരു റീല് ഇട്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ ഈ റീല് കാണുമ്പോൾ വൾഗറായിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ. ഈ റീൽ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, ഒത്തിരി പേരുടെ ഇടയിലേക്ക് ഇത് ചെല്ലുന്നുണ്ട്. പലരും പല രീതിയിലായിരിക്കും ഇത്തരം റീലുകൾ എടുക്കുന്നത്. മാത്രമല്ല, ഈ വീഡിയോ ഒരു സാധാരണ ഒരു സ്ത്രീ, അതായത് അമ്മയാകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകും. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം കൊണ്ട് മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ ഒരു രീതിയിലുള്ള ബാഡ് ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ പാടില്ല എന്ന് നമുക്ക് ചിന്തിക്കാം. പേഴ്സണലി നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ്, നമ്മളുടെ ജെൻഡർ, നമ്മളുടെ സെക്ഷുവാലിറ്റി എന്താണ് എന്നൊക്കെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്, അങ്ങനെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എത്രത്തോളം നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ജനങ്ങൾക്കുണ്ടാകും. സ്ത്രീയായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച് സ്ത്രീയായിട്ട് മാറി എന്നിട്ട് പ്രഹസനങ്ങൾ കാണിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതായത് സ്ത്രീ ആകാൻ വേണ്ടി അവർ നോക്കിയിരിക്കുകയാണ്, അവർ ഒരുപാട് സഫറിങ്ങുകളൊക്കെ അനുഭവിച്ച് സ്ത്രീ ആയതാണെന്ന് പറയുന്നു. എന്നിട്ട് സ്ത്രീകൾ നടക്കാത്ത രീതിയിൽ നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുണ്ട്. നാച്ചുറലി ഒരു സ്ത്രീ എങ്ങനെയാണോ നടക്കുന്നത് ആ രീതിയിൽ നടക്കണം എന്ന് ആഗ്രഹിച്ച് ട്രാൻസ്ജെൻഡർ ആയിട്ട് മാറിയിട്ട് ചില ആൾക്കാർ ഭയങ്കര വൾഗറായിട്ട് ബിഹേവ് ചെയ്യുന്നവരുണ്ട്. അത് സ്ത്രീയാണെന്ന് പറയാൻ വേണ്ടി നമുക്ക് പറ്റുമോ? പറ്റത്തില്ല. സ്ത്രീ ആവാൻ ആഗ്രഹിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീകളെ പോലെ ജീവിക്കുക. പുരുഷനാവാൻ ആഗ്രഹിച്ച് ചില സ്ത്രീകൾ പുരുഷന്മാരായിട്ട് മാറും, അപ്പോൾ പുരുഷനെ പോലെ ജീവിക്കുക. ഇതൊന്നുമില്ലാത്ത രീതിയിൽ സൊസൈറ്റിയിൽ മുഴുവനായിട്ട് ബാഡ് ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്തിട്ടല്ലേ ജീവിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോജിക്കാൻ പറ്റത്തില്ല. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുക. ഇവരൊരു വലിയ കമ്മ്യൂണിറ്റിയും കൂടിയാണ് നാണം കെടുത്തുന്നത്. ഇവരെ പറ്റിയിട്ട് വേറെ പല ട്രാൻസ്ജെൻഡേഴ്സും ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവർ കമ്മ്യൂണിറ്റിയെ മുഴുവനായിട്ട് നാണം കെടുത്തുന്നു, ഞങ്ങളെ നാണം കെടുത്തുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതുമാത്രമല്ല, ഈ ഒരു വലിയ വീഡിയോയിൽ ജാസി ഒരു വലിയൊരു മരുന്നിൻ്റെ കാര്യമാണ് പറയുന്നത്. പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് കുടിക്കാൻ പറ്റുന്ന മരുന്ന്, അതൊക്കെ നല്ലതാണ്. പക്ഷെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തേക്കുന്നത്, തംബ്നെയിൽ കൊടുത്തേക്കുന്നത്, ഈ ലോകത്തുള്ള ആരും അങ്ങനെ ഒരു സംശയം ചോദിക്കത്തില്ല. ബോധമുള്ള ആരും എന്തായാലും അങ്ങനെ ഒരു സംശയം ചോദിക്കത്തില്ല. കാരണം അറിയാം, എത്ര ശാസ്ത്രം വളർന്നു എന്ന് പറഞ്ഞാലും ഇപ്പോഴും ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളൊരു വ്യക്തിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ പ്രസവിക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യം ഒരു കണ്ടെത്തലും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും സ്ത്രീകൾ തന്നെയാണ് പ്രസവിക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീ ആയിട്ട് ജനിച്ചിരുന്ന വ്യക്തി മാത്രമാണ് പ്രസവിച്ചിട്ടുള്ളത്. അല്ലാത്ത ഒരു വ്യക്തി ഇതുവരെ പ്രസവിച്ചിട്ടില്ല, പുരുഷന്മാർ പ്രസവിച്ചിട്ടില്ല. പിന്നെ ഒരു ട്രാൻസ് മെൻ പ്രസവിച്ചിട്ടുണ്ട്, അത് ഓൾറെഡി അയാൾ സ്ത്രീ ആയിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം പോസിബിൾ ആയത്. ഇല്ലെങ്കിൽ അതും പോസിബിൾ ആവത്തില്ല. ഇവരോടൊന്നും ഒരു ഹേറ്റും ഇല്ല. പക്ഷേ ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമുക്കത് അക്സെപ്റ്റബിൾ അല്ല, അത് പറഞ്ഞേ മതിയാവത്തുള്ളൂ. സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള വൾഗാരിറ്റി, പ്രഹസനങ്ങൾ കാണിക്കാതിരിക്കുക, അത് സോഷ്യൽ മീഡിയയിൽ വന്ന് അപ്ലോഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളാണ്, നല്ല രീതിയിൽ ജീവിക്കാനുള്ള ചുറ്റുപാടും സാഹചര്യവും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക. ആ രീതിയിൽ റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പഠിക്കുക. അതിപ്പോൾ ഏത് വ്യക്തി ആയിക്കോട്ടെ, ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, LGBT കമ്മ്യൂണിറ്റി പെട്ടിട്ടുള്ള ആളായിക്കോട്ടെ, നോർമൽ ആയിട്ടുള്ള വ്യക്തി ആയിക്കോട്ടെ, ഹൂവർ ആരാണെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുക.